വെൽക്കം ബാക്ക് ടു ഡേ 2. നമ്മള് ഇന്നലെ ബീച്ചിലൊക്കെ പോയി നൈറ്റ് ബ്രൈഡൊക്കെ ചെയ്തതാ, അതിന്റെ വീഡിയോ ഉണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ഇന്ന് സൗത്ത് സൈഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫസ്റ്റ് നമ്മള് ഒരു കയാക്കിംഗ് സ്പോട്ട്, പിന്നെ വാട്ടർഫോൾ കം ബീച്ച്, പിന്നെ ജോസഫ് ബാർ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വേറെ കുറെ പരിപാടികളുണ്ട്. അതൊക്കെ ഡാം ഉണ്ട്. യെസ്, ഡാം ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ സമയം എന്തായി? 9 മണി, 8:40. നമ്മൾ ഭയങ്കര ടയർഡായിരുന്നു. ഞാനൊന്നും ഉറക്കവും ശരിയാവാതെ, പിന്നെ ഇന്നലെ ആ ഒരു ജോഷിൽ ഫുള്ള് കുറേ ദൂരം പോയതുകൊണ്ടും. പക്ഷെ ഇന്നലെ ലാസ്റ്റ് പോയ ബീച്ച് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്തിരി ദൂരം കൂടുതലായതുകൊണ്ട് നമ്മൾ എത്താൻ ലേറ്റ് ആയി, കുറച്ച് ടയേർഡായി. ബട്ട് ദാറ്റ്സ് ഓക്കെ, ദി ബീച്ച് ഈസ് വർത്ത് ഇനഫ്. പക്ഷേ ഹൈ ടൈഡ് ആയതുകൊണ്ട് നമുക്ക് ആ കേവ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. മേ ബി നെക്സ്റ്റ് ടൈം. ഓക്കെ ദെൻ, ബൈ ബൈ. Okay, let's get started. ഒരു വീഡിയോ നാട് പോലെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എന്താ പറയാ പാടവും കാര്യങ്ങളും നേച്ചർ ഓറിയന്റഡ് ആണ്. ഇതൊക്കെ ഇപ്പൊ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കും ഇത് പാലക്കാടാണ്. പാലക്കാടുകാരെങ്ങനെ വിചാരിക്കും? അപ്പൊ ഞങ്ങളൊരു ടീ ബ്രേക്കിന് വേണ്ടിട്ട് നിർത്തിയതാണ്. നല്ല പപ്സും 2 പപ്സും കഴിച്ചു. അല്ല 3 പപ്സാണ് കഴിച്ചു. 1 എഗ്, 2 ചിക്കൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. ചായയും മറ്റേതും ഒരു ബിസ്ക്കറ്റും. പിന്നെ എന്റെ കയ്യിൽ നിന്ന് എല്ലാ പപ്സും എടുത്തു. അതിനുശേഷം നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി. നമ്മൾ ഒരു 2 ലേസ് വാങ്ങി, പിന്നെ ഒരു എന്തോ ക്രോസ്, പിന്നെ വേഫേഴ്സ്, ഇതെല്ലാം വാങ്ങി. ഡോറിറ്റോസ്, അങ്ങനെ കുറച്ച് സാധനം. ഇനി പോവാം. ഇനിയുണ്ട് ഒരു 55 minutes, 29 kilometers. ഞാൻ ഒരു 55 kilometers എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാരി നോട്ടം. ഉറക്കം വന്ന് ക്ഷീണമായിട്ടിരിക്കുകയാണ്. ഉറക്കം വരുന്നില്ല, പക്ഷെ ഒരു ക്ഷീണം. ഓക്കെ ദെൻ, ലെറ്റ്സ് ഗോ, ബൈ. ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പാട്ട് കണ്ടിട്ട് ആക്ച്വലി അങ്ങനെയാണ് തോന്നുന്നത്. കണ്ടമാര് അവിടെ നല്ലൊരു ഹെയർ പിന്നൊക്കെ വന്നപ്പോഴും ഞങ്ങൾ ഈ ദൈവമേ, അത് കഴിഞ്ഞ ഇടയിൽ ഫുള്ള് പാടായിരുന്നു കുറേ ദൂരം. അപ്പൊ ഞാൻ നേരത്തെ ക്ലിപ്പ് കാണിച്ചില്ലേ, അത് ശരിക്കും ഞങ്ങള് ഇപ്പൊ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് പോകുമ്പോ പറളി വഴി നമ്മൾ കയറി പോവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആണ് റോഡ്. യെസ്, റൈറ്റ്. അപ്പൊ ഇത്ര നേരം കഴിഞ്ഞ് നമ്മള് ഇപ്പോഴാണ് എന്താ പറയാ, കോല ബീച്ചെന്നൊക്കെ കാബൂതിരാമെന്നൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങള് അപ്പൊ വഴി കറക്റ്റ് തന്നെയാണ്. ഫൈനലി നമ്മൾ ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇനി ഇത് ഓപ്പൺ ആയാൽ മതിയായിരുന്നു. അതെ. നോക്കിയേ, വഴുക്കുണ്ടോ? How pretty this beach is. ഞങ്ങൾക്ക് വേറെ കുറച്ച് പേരെ ട്രാവൽ പാർട്ട്നേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ 2 പേര് നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ജീപ്പ് എടുത്തിട്ട് വന്നത്. അല്ലെങ്കിൽ അവർ ഭയങ്കര 500 അങ്ങോട്ട് 500 ഇങ്ങോട്ട് അങ്ങനെയായിരുന്നു. ഒരു വട്ടം വണ്ടി പോവുകയാണെങ്കിൽ 500 അങ്ങനെ. അപ്പോൾ അത് വേറെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളും തമ്മിൽ എടുത്ത്. This beach is
സോ നൈസ്. ഒരു ഷാക്ക് സെറ്റപ്പാണ് ഇവിടെ. നോക്ക്, വൗ, സോ പ്രിറ്റി. കുറച്ച് അങ്കംവെട്ടൽ കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തി. ഇത്രയും ദൂരം ഓടിച്ചു വന്നതിന് ഒരു ഗുണമുണ്ടല്ലേ? ഹൗസ് ബോട്ട് അല്ല, കയാക്കിങ്ങിന്. കയാക്കിങ്ങിൽ ഞാൻ പുലിയാന്ന് എനിക്കറിയില്ലേ? മെഗു US എന്നൊരു കയാക്കൊക്കെ കിടന്ന് ഞങ്ങൾ കാറ്റടിച്ച് വീർപ്പിച്ച് അവിടുത്തെ പ്രോപ്പർട്ടി ഇല്ലേ മെഗുവിന്റെ, അവിടെ ഒരു കുളം ഉണ്ടെന്ന് അറിയില്ലേ? അതിന്റെ പേര് പറഞ്ഞത്. സോ അവിടെയാണ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഒരു സൈഡിൽ ലേക്ക്, മറ്റേ സൈഡിൽ ബീച്ചിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കുഴിയില. വേറെ ആരുമല്ല നമ്മുടെ ബോട്ടിലിടിച്ച് കുറച്ച് മലയാളി ചേട്ടന്മാർ. എവിടെ പോയാലും മലയാളീസിനെ കാണുന്നു പറയുന്നത് വെറുതെ അല്ല. എന്തായാലും ഇവരെ മുന്നോട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റിവേഴ്സ് അടിക്കുന്നതാ. പൊട്ടെ പൊട്ടെ വണ്ടി പൊട്ടെ. കുറച്ചേരം ഞാൻ റെസ്റ്റ്. How was your kayaking experience? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി സംഭവമാണ്. കാരണം ബീച്ചിന്റെ സൈഡിൽ തന്നെ ഫ്രഷ് വാട്ടർ ആണോ എന്താ പറയുക, പ്ലെയിൻ വാട്ടർ. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളവും ഇവിടുന്ന് ബീച്ചിൽ നിന്ന് വരുന്ന വെള്ളം. നല്ല ഫുൾ കോക്കനട്ട് ട്രീസിന്റെ ഇടയിലുള്ള വൈബ്. ഐ തിങ്ക് ഫോട്ടോസ് നമ്മൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. മസ്റ്റ് ട്രൈ ഗൈസ്. അങ്ങനെയാണ് സൗത്ത് ഗോവ. ഫുള്ള് ടയേർഡായി, ഇത്ര സ്റ്റെപ്പ് കയറാൻ. പക്ഷെ നല്ല രസമായിരുന്നു. അതെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വണ്ടികൾ ഇങ്ങോട്ട് ഇറങ്ങില്ല. സോ നമ്മൾ റെന്റ് കാറോ ബൈക്കോ ഒക്കെ എടുത്ത് വരുവാണെങ്കിൽ അവിടുന്ന് എന്താ പറയുക, ജീപ്പൊക്കെ അവൈലബിളാണ്. നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. കാണിച്ചു തരാട്ടെ. അതെ, മുഖം ഫുൾ ടാൻ. ഹാഫ് സ്ലീവ് ഒക്കെ ഇട്ട് ഇറങ്ങിയതാണ്. ഫുൾ ടാൻ അടിച്ചു. എനിക്ക് പിന്നെ കളറിന് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഹലോ, അപ്പം ഞങ്ങൾ സക്സസ്ഫുള്ളി കയാക്കിംഗ് കംപ്ലീറ്റ് ആക്കി. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഞാൻ കുറേ നേരത്തെ പറഞ്ഞു മരിച്ചല്ലോ. അതിന് ശേഷം നമ്മൾ നനയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ നനഞ്ഞു പോയി. ഒന്ന് മോനും ഇറങ്ങി കയറിയതാ, അപ്പോൾ ഒരു സൈഡൊന്ന് ചെരിഞ്ഞു. ഐ മീൻ ഒബ്വിയസ്ലി നമുക്കത്ര ബാലൻസ് ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എന്തായാലും നമ്മൾ എക്സ്ട്രാ ബാഗിൽ വെച്ചു. കാരണം ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോഴാണ് വൈകുന്നേരമായപ്പോൾ ഒരു ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചത്. കാരണം കുറച്ച് വെള്ളമൊക്കെ നനഞ്ഞ് നമ്മളങ്ങനെ നനഞ്ഞിരിക്കേണ്ട ഒരു ഫീല് വന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് ചേഞ്ച് ചെയ്തു. മോന് ഒരു പമ്പിൽ പോയി. നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തി ഒരു പെട്രോൾ പമ്പ് കയറി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. യെസ്, ദാ ഇപ്പോൾ ഷൂട്ട് കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാബോദി റാം ഫോർട്ടിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പെട്രോൾ പമ്പിൽ ഇരുന്ന് നെയിൽസും ചെയ്ത്. ഇറ്റ് വാസ് റിയലി ക്വിക്ക് ആൻഡ് ഈസി. അതൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആകെപ്പാടെ ഇങ്ങനെ ഒരു മെസ്സായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഒട്ടിക്കുക, പണി തീർന്ന്. അപ്പോൾ ഇത് പെട്ടെന്ന് പോകുന്ന വിചാരിച്ച് ഞാൻ ഇത്ര ദിവസം വെച്ചില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് പെട്ടെന്ന് പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ ലാസ്റ്റ്. ഐ ലൈക്ക് ദി കളർ ആസ് വെൽ. ഓക്കെ, സോ നമുക്കിനി ബാക്കി അകത്ത് പോയിട്ട് ഫോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാം. ഞാൻ പിക്ചേഴ്സിലൊക്കെ ഇങ്ങനെ വട്ടനൊരു സാധനത്തിൽ ആൾക്കാർ വ്യൂ പോയിന്റിലും പിന്നെ ഒരു വിൻഡോ പോലുള്ളതിൽ നിന്ന് സൺസെറ്റ് ഒക്കെ നല്ലതാന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വിചാരിച്ചിട്ടാണ് വന്നത്.
ലെറ്റ്സ് സീ ഇവിടെയാണോ അതോ ക്ലിഫ് നമ്മൾ അപ്പുറത്ത് കണ്ടായിരുന്നു വ്യൂ പോയിന്റ്. ഇനി ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകേണ്ടി വരും. നല്ല വെയിലുണ്ടെന്ന്. ഇന്നലെ മഴയായിരുന്നു. എൻ്റെ ടാന് കാണിച്ചു തന്നല്ലോ മോനു നേരത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഫോട്ടോ കാണാം. ഇത്രയേ ഉള്ളൂ ഫോർട്ട്. നമുക്കിവിടെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കാബൂതിറാം എന്തോ ചേർച്ചാണ്. കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. സോ ഐ തിങ്ക് ഇനി ഞങ്ങൾ ഗോവയിൽ വരികയാണ്. ഇനി ഞങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ എന്നിട്ട് തീരുമാനിക്കാൻ വേണേ വന്നാൽ മതി. ഓ അത് നോക്കാം അവിടെ. എനിക്ക് തോന്നുന്നു അവിടെ ആൾക്കാർ കയറുന്നു. ബീച്ചാണോ? അങ്ങോട്ട് പോവാ. ബിക്ക് നാടല്ലേ. അതെ വരുമ്പോഴും അതെ നമ്മള് ചില റോഡിലൊക്കെ എത്തിയപ്പോഴും വീണ്ടും ഒരു നാട് എവിടെ ഐ തിങ്ക് സോ. ഇങ്ങനെ ഇവിടെ ഒരു വഴിയുണ്ട്. അതാണ് ബീച്ച്. ഓ പൊളി. നോക്കി ഇറങ്ങണം കേട്ടോ. മോനെ അങ്ങനെ നിക്ക്. അങ്കമ്പട്ടൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ. അപ്പോൾ വരുന്നവർ ജസ്റ്റ് കൊണ്ട് വരണം. ചെരുപ്പ് നോക്കണം. നമ്മൾ വന്നപ്പോൾ നേരത്തെ ഇവിടെ വെയിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ശരിക്കും സെറ്റ്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ഞാൻ കാണാറുള്ള വീഡിയോ എടുക്കാറുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വ്യൂ പോയിന്റിൽ നമ്മളൊന്ന് പോയി നോക്കാം. എന്നെയാ ക്യാമറ കണ്ടോ? മോന് ഫുള്ള് കോൺഷ്യസ് ആണിപ്പോൾ. എന്താ പറയുക, എൻ്റെ കൂടെ കൂടിയിട്ട്. അതെ ഇങ്ങനെ ഇതൊക്കെ കേറിയാണ് നമ്മൾ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് അത് കഴിഞ്ഞ് അവിടെ ഇത് കൂടെ അവിടെ വന്നാണ് വന്നത്. പോട്ടെ ഞാൻ പുതിയ വൈച്ചു ഒക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ചളിയാവുമെന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. അൺപെയ്ഡ് ഫോട്ടോഗ്രാഫർ ഗൈസ് ഞാൻ. പരമാവധി സ്റ്റേബിളായിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കല്ലും മണ്ണും നിറഞ്ഞ വഴികളാണ്. കാലിക്കും മെത്തെ. ഹലോ, ഈ ഫോട്ടോഗ്രാഫർ ജോലി എടുക്കണതിന് പൈസ തരുമോ? ഭവി കണ്ടോടാ എൻ്റെ അവസ്ഥ. ഇതാണ് കാബൂതിറാം ബീച്ച്. ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കവാടാണ് ഈ കാണുന്നത്. ഇതിന്റെ ഫോട്ടോസ് നമ്മൾ ഇടുന്നതേ അല്ലേ? ഫോട്ടോസും വീഡിയോസും. സോ പ്രിറ്റി. യെസ്, സൗത്തിൽ നിന്ന് എല്ലാം അടിപൊളിയാണ്. അതെ അതെ. അത് റിസോർട്ടാണ്. മഴ ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാബൂതിറാം ഇവിടെ എത്തി. പക്ഷേ നമ്മൾ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. എനിക്ക് നല്ല മഴ കണ്ടില്ലേ? എൻ്റെയൊക്കെ മുടി കണ്ടാൽ നിങ്ങൾക്ക് അറിയണ്ടോ? നല്ല മഴ പെയ്ത്. പെബിൾ ബീച്ച് പോയപ്പോഴും അതെ,
നമ്മൾ ആക്ച്വലി ഇതിങ്ങനെ ബാക്ക് ടേൺ ചെയ്യാൻ പറ്റില്ല. ടേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നല്ല മഴ പെയ്ത് ഞങ്ങൾ കാറിലോട്ട് ഓടിക്കയറിയായിരുന്നു. എന്നിട്ട് കാറിൽ കയറിയിട്ടാണ് ബാക്കി ഫുട്ടേജ്. സോ ബേസിക്കലി ഇതൊരു ക്ലിഫാണ്. ഇവിടുന്ന് നമുക്ക് നല്ല ആക്സസ് ഉണ്ടാവും ബീച്ചിലോട്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ റിസോർട്ട് ഉണ്ട്, താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് താമസിക്കാം. റെസ്റ്റ് ഇസ് ഫൈൻ. എന്തെങ്കിലും പറയാണ്ടോ? ഒന്നും പറയാനില്ല. എന്റെ ബ്രേസ്ലെറ്റ് കിട്ടിയില്ല. ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായേനെ. കാരണം ആ വ്യൂ പോയിന്റ്, അതെ, സൺസെറ്റ് ആണ് നമ്മൾ എയിം ചെയ്തത്. നമ്മൾ ഏകദേശം കറക്റ്റ് ഒരു 5:30 ആണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ മഴ കാരണം എന്തായാലും സൺസെറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് അടിപൊളി ഫുഡ് കിട്ടുന്ന മോനുവിന്റെ ഫേവറേറ്റ് ഒരു സ്പോട്ട് ഉണ്ട്, കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവെക്കാന്ന് പറഞ്ഞാൽ കുറെ സജഷൻസും എല്ലാവരും എന്നെ റെക്കമെൻഡ് ചെയ്തൊരു സ്ഥലമാണ് ജോസഫ് ബാർ. എല്ലാവർക്കും അറിയാം, ഗോവയ്ക്ക് വന്ന എല്ലാവർക്കും അറിയുന്ന വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബാർ ഇൻ ഗോവ. സോ അവിടെ പോയിട്ട് അവരെന്തോ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട് വിത്ത് ഫെനി എന്നാണ് പറഞ്ഞത്. സോ ഐ വിൽ ബി ട്രൈങ് ദാറ്റ് ഔട്ട്. അത് കഴിഞ്ഞാൽ പുള്ളിക്കാരി വണ്ടി ഓടിക്കും, അത് വേറെ കേസ് അല്ലേ. എന്താണ് ഞാനൊരു തൃപ്തി ഇല്ലാത്ത പോലെ വെറുതെ പറയാണ്. നല്ല ഡ്രിങ്ക് കിടന്നാണ് കേട്ട്. സോ ഡെഫിനറ്റ്ലി വിൽ ഗിവ് എ ട്രൈ. നമുക്ക് ഗോവയിൽ വരുന്ന 2 ലക്ഷമായിരുന്നു. ഷീ വോണ്ട്സ് പീസ്, ഐ വോണ്ട് ഫുഡ്. അപ്പോൾ രണ്ടും കൂടി മേർജ് ചെയ്ത് ഞങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞ സാധനം കൂടെ ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി നമ്മൾ ഇന്നലെ കണ്ട കാസിനോസിൻ്റെ ബാക്ക് സൈഡാണ്. മുന്നത്തെ വീഡിയോയിൽ ഒന്നും കൂടി കാണാൻ പറ്റും ആക്ച്വലി പാർട്ട് 1. ജോസഫ് ബാറിൻ്റെ വേറെ സ്പെഷ്യൽ സാധനമാണ് മാംഗോ ചില്ലി ഫെനി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ദിസ് ഇസ് ദെയർ പ്രോൺ സ്പെഷ്യൽ. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കി ഇവർ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോയെന്ന്. യെസ്, കയാക്കിംഗ് എന്ന് വെച്ച് കണ്ടതാണ്. ഇത് നമ്മൾ രാവിലെ കണ്ടിട്ടുള്ള പാലമാണ്. ഇത് നൈറ്റിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ആക്ച്വലി ട്രെയിനിൽ വന്നപ്പോൾ ഇത് കണ്ടായിരുന്നു. അടിപൊളിയാ നൈറ്റ് ഇവിടുത്തെ ഈ വ്യൂ കാണാൻ. ക്ലൈമറ്റ് മോശമായതുകൊണ്ട് ഇവിടെ ഹെലികോപ്റ്ററിൽ മോണിറ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ഓറഞ്ച് അലേർട്ട്, പിന്നെ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ കൊടികളൊക്കെ വെച്ചിരിക്കുകയാണ് ഇവർ. കാരണം വെള്ളം ഭയങ്കര കയറി വരുന്നുണ്ട്. ഹലോ, സോ ഇന്നാണ് നമ്മുടെ ആനിവേഴ്സറി, ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. യെസ്, 1 year of togetherness. ഭ്രാന്തും അതെ, വഴക്കും സന്തോഷവും എല്ലാം. എന്താണ് പറയാനുള്ള? ഹൗ വാസ്, ഐ മീൻ എല്ലാവരും പറയും ഓ അവരൊരു കൊല്ലം കഷ്ടപ്പെട്ട് ഒരു കൊല്ലം സർവൈവ് ചെയ്തല്ലോ എന്നായിരിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാൻ പോണം. എന്തായാലും അങ്ങനെയൊന്നുമില്ല, ഇറ്റ് വാസ് ഗുഡ്. ഐ മീൻ ലൈക്ക് അങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാറില്ല. സോ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കല്യാണത്തിന് മുന്നേ ഇപ്പം നമ്മൾ നൈറ്റ് ഡ്രൈവ് ആയാലും അങ്ങനെയൊന്നും നമ്മൾ പോവില്ലല്ലോ. ആൻഡ് കുറച്ചിപ്പോൾ ട്രിപ്സ് ഒന്നും നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ ആ ഒരു നൈറ്റ് ലൈഫ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നൈറ്റ് റൈഡും എല്ലാം പോകാനും ട്രിപ്പ് പോകാനും പറ്റും. പിന്നെ ആ ഒരു ബോണ്ടിങ്ങും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ നൈറ്റ് റൈഡൊക്കെ ആദ്യം ആവേശമായിരുന്നു. പിന്നെ നമ്മൾ ഉറങ്ങി ശീലിച്ച ആ ടൈമിലൊക്കെ അപ്പോൾ നമ്മൾ ഞാനില്ല ആ ഒരു വൈബൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ അത് മാറി. ആദ്യം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, ഇവരുടെ ലൈഫിലേക്ക് ഒന്നും കൂടി അഡാപ്റ്റ് ആവുന്നതും അവർ നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ആവുന്നതും ഒക്കെ. ബട്ട് ഇറ്റ് വാസ് നൈസ്. നമ്മൾ ഫുള്ള് ടാനായി. അതെ, ഗോവയിൽ വന്നാൽ പിന്നെ കിട്ടേണ്ട ഒരു സാധനമാണ് ടാൻ എന്ന് പറയുന്നത്. അതില്ലാതെ എന്ത് ഗോവ ജീവിതം. ലാലേട്ടൻ പറയണ പോലെ ഞാനില്ലാതെ എന്ത് ആഘോഷം. അതെ അതെ അതെ. നമ്മൾ മഴ പെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ടാനൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷേ ഇന്നലെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. കയാക്കിങ്ങിനൊക്കെ പോയപ്പോഴാണ് ഇതൊന്ന് പിടിക്കും കയാക്കിങ്ങിന് പോയപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഫുള്ള് ടാൻ ആയത്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞ ഇത്രയുണ്ട്. പിന്നെ ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.
കുക്ക് ചെയ്യും, എന്നും ഇല്ലെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരും. പിന്നെ ഇടയ്ക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ വയ്ക്കും. നമ്മൾ ഡേ ടു ഡേ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കും. പക്ഷേ ഒരു 4 പേര് വീട്ടിൽ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു ബൾക്കായിട്ട് ബിരിയാണി അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ മോനും അടിപൊളിയായിട്ട് വെക്കും എന്തായാലും. നിങ്ങൾക്ക് വിസിലടിയൊക്കെ കേൾക്കാം. സേഫ് ഗാർഡ്സ് ഒരു ബാരിയർ കഴിഞ്ഞ ആൾക്കാർ പോകുമ്പോൾ അവരെ തിരിച്ചു വിളിക്കുകയാണ്. അതെ, നമ്മളപ്പോൾ നോക്കുക നമ്മളോടെങ്ങാനും ആണോ. ഞങ്ങൾ നേരത്തെ സർഫ് ബോട്ടിൽ എന്തോ വെച്ചപ്പോൾ, ഇവരുടെ റെസ്ക്യൂ ബോട്ടാണിത്, ഇവിടെ നമ്മൾ ജാക്കറ്റൊക്കെ വെച്ചപ്പോൾ ഇവർ വിളിക്കുന്നുണ്ടായിരുന്നു. സോ അതാണ് അവരെ കുറച്ച് ആൾക്കാർ അവിടെ ദൂരെ നിന്ന് കളിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് തിരിച്ചു പോകും. ട്രെയിൻ 6 മണിക്കൂർ ലേറ്റ് ആണ്. മിക്കവാറും ക്യാൻസൽ ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നിന്നാണ്, പക്ഷേ വെറുതെ അപ്പോഴും നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് അപ്പം ചെയ്തത്. ഇവിടെ എനിവേസ് നോക്കാം. ഇവിടേക്ക് എന്താ കുറേ സാധനങ്ങൾ വിൽക്കാനുണ്ട്. അപ്പോൾ ചേച്ചി അല്ല മാഡം എന്തൊക്കെയോ മാഗ്നറ്റും എന്തൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ കയറിയിട്ടുണ്ട്. എന്താ നോക്കുന്നു? മാഡം ഇൻ ഫുൾ ഷോപ്പിംഗ് മോഡിലാണ്. ഷെല്ലൊക്കെ ഇപ്പോഴാണ് വാങ്ങുന്നത്, എന്തിനാണെന്ന് അറിയില്ല, പക്ഷെ വാങ്ങുന്നുണ്ട്. ഹിമാലയൊക്കെ കാണിച്ചു കൊടുക്കുക. ഇത് ആക്ച്വലി ബാഗ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ്. സോ യു ഗെറ്റ് all of such fancy stuff. കൊള്ളാം. ये कितना है? 258. കുറച്ച് വെജ് മാഗ്നറ്റ്സൊക്കെയാണ് വീട്ടുകാർക്ക് വേണ്ടി. ഇവരെ നമ്മൾ ഇന്നലെ ജോസഫ് ബാർ എന്ന് വെച്ച് കണ്ടില്ലേ, കയാക്കിങ്ങിന് പോയപ്പോഴാണ് ഫസ്റ്റ് കണ്ട്. പിന്നെ നമ്മളെല്ലാം വീണ്ടും മീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇനി തിരിച്ചു പോകുന്ന ഒരേ ട്രെയിനും ഒരേ അതെ ഓരോ ടിക്കറ്റല്ല ഐ മീൻ ഒരേ കൂപ്പ. സ്വന്തം നാട്ടുകാരെ കണ്ട ആൾക്കാർ. പേര് പറഞ്ഞോ? ഹലോ, എൻ്റെ പേര് അരുൺ. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്. കറണ്ട് ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അടിപൊളി. ഹായ്, ഞാൻ അശ്വിൻ. ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ. ഞാൻ അഭിജിത്ത്. ഞാൻ സ്റ്റുഡൻ്റാണ്, PDS പഠിക്കുന്നത് പരിയാരം. അപ്പോൾ ഇവർ എല്ലാവരും വളരെ യാദർശികമായിട്ട് നമ്മളൊരു കയാക്കിങ്ങിൻ്റെ ഇടയിൽ കണ്ടതാണ്. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കി പറയാം. ഇത്രയും വലിയ മീൻ കഴിക്കോ? അറിയില്ല, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരു ഫിഷ് താലി. ാണോ പറഞ്ഞത്? ആ, ഫിഷ് താലി. ട്രെയിൻ ആക്ച്വലി ഭയങ്കര ലേറ്റായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് ഒരു ലേറ്റായിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത്. നൈറ്റ് വ്യൂവും ഗോവയിൽ നല്ല പീസ്ഫുൾ, നല്ല രസമായിരുന്നു. സോ കാറിൽ അടിപൊളി വൈബായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു പോയത്. ഇതേ കണ്ടോളൂ. കോണകമോടെ കുഞ്ഞാന കളിച്ചു നടക്കും കരുമാടി ചെറുക്കാലി ഓടാ പറയും ഒരട്ടക്കുണ്ട് കുളത്തിൽ ചാടി ഇടവഴി പെരുവഴി ഓടി മറഞ്ഞു ഭൂതപ്രേത പിശാചു കണക്കെ ഓടി നടന്നു കൊമ്പുലുക്കി കൊമ്പുലുക്കി കരിവരനായി കടമ്പാറോട് കടക്കുടിയെന്ന് അയ്യയ്യേ മച്ചമ്പിയേ നളരിന്റെ മച്ചമ്പിയേ അയ്യയ്യേ മച്ചമ്പിയേ. പക്ഷെ പോലെ നമ്മളങ്ങനെ മഡ്ഗാവ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് മഡ്ഗാവ് സൂം ചെയ്താൽ കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ സംഭവം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ടുഡേ. ട്രെയിൻ 13 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. വി വർ സപ്പോസ് ടു ബോർഡ് ദ ട്രെയിൻ ബൈ 6, but it's now at 2 o'clock and we are നമ്മൾ പരിചയപ്പെട്ട പിള്ളേർ
കാർ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ച് വീട്ടിലെത്തി. അവിടുന്ന് പരിചയപ്പെട്ട ആൾക്കാർ ഇതപ്പോൾ ഞങ്ങളുടെ കൂടെ ഷൊർണൂർ വരെ എത്തി. ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ പിന്നെ നമ്മൾ വിട പറയും അല്ലേ? പക്ഷെ പിന്നെ നമ്മൾ ബാംഗ്ലൂർ വീണ്ടും കാണും അല്ലേ? ബാംഗ്ലൂർ കാണാൻ പറ്റില്ലേ? ബാംഗ്ലൂർ കാണാൻ വരൂലേ? പിന്നെ അത്രേ ഉള്ളൂ. എന്തല്ലേ ബന്ധങ്ങൾ ഇങ്ങനെയാണ്. അയ്യോ